ഹലോ, റിൻഷ വ്ളോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്കിന്ന് കല്യാണം ഉണ്ട്, മലങ്കരയാണ് കല്യാണം. അപ്പോൾ നമ്മൾ വെളുപ്പിൻ്റെ ഒരു 3 മണിക്ക് നീറ്റതാണ് കേട്ടോ. അങ്ങനെ 4:30 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ മാറ്റി സെറ്റ് ആയിക്കോണം കേട്ടോ. എന്നിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളിത് ഇന്നോവയിലാണ് കേട്ടോ പോണത്. നമ്മളെ കൂടെ താത്താരും കുട്ടികളും അളിയക്കാരും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5-6 മണിക്കൂർ നമ്മൾ യാത്ര ചെയ്യണം കേട്ടോ. പിന്നെ റയ്യാനും ഷേതുബേബിക്കൊക്കെ തീരെ എന്താ പറയുക, ഒരു എനർജി ഇല്ല കേട്ടോ. നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചിട്ട് മാറ്റി കൊടുത്തതാണ്. അതിൻ്റേതായ നല്ല ക്ഷീണമുണ്ട്. പിന്നെ എനിക്കും തന്നെ നല്ല ക്ഷീണമുണ്ട് കേട്ടോ. ഉറക്ക ക്ഷീണം. ഇന്നലെ തീരെ ഉറങ്ങിയിട്ടില്ല. ഇന്നലെ വൈകി കടന്നു. പിന്നെ അതുമല്ല 3 മണിക്ക് നീക്കും ചെയ്തു. പിന്നെ നമ്മൾ മേക്കപ്പ് ഇട്ട് കുറച്ച് സെറ്റാക്കിയോണ്ട് അത്ര അങ്ങോട്ട് അറിയില്ല. പിന്നെ നമ്മളിതാ ഫുഡ് കഴിക്കാൻ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിട്ടോ. നല്ല ഇഡ്ഡലിയും പിന്നെ എന്താ പറയുക ചട്ടിനി വടയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എന്താണ് ഇതിൻ്റെ ഫേവറേറ്റാണ് കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് നമ്മൾ ഇഡ്ഡലി വാങ്ങി കഴിക്കുമ്പോൾ നമുക്ക് വട പോലെ ഈ സാധനമൊക്കെ കിട്ടും, വട കിട്ടും കേട്ടോ. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വയറ് നിറച്ച് കഴിച്ചു. ഇപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് വണ്ടി പോകുമ്പോൾ ഉറക്കം വരില്ല. എത്ര ക്ഷീണം വന്നാലും ഉറക്കം വരില്ല. ഒരു 5-6 മണിക്കൂർ യാത്ര ഉണ്ട്. പക്ഷെ നമ്മൾ ഉറങ്ങിയാൽ അത്രയും ടൈം നമുക്ക് ഉറങ്ങാം. പക്ഷേ എനിക്കങ്ങനെ ഉറക്കം വരില്ല. അപ്പോൾ നമ്മൾ പുറത്തത്തെ എന്താ പറയുക വ്യൂ ഒക്കെ കണ്ടിട്ട് അങ്ങനെ നമ്മൾ അവിടേക്ക് എത്തിയിട്ടോ. നമ്മൾ പെൺവീട്ടിലേക്ക് എത്തിയിട്ട് അവരപ്പം പിന്നെ നമ്മൾ ഓഡിറ്റോറിയത്തേക്ക് നമ്മൾ ഓല കൂടെ പോകുന്നു. ഓഡിറ്റോറിയം ഏതാ നല്ല അടിപൊളിയാണ്. നല്ല ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ. ഞാനിതാ ആകെ പോസ്റ്റായിട്ട് 4 പുറം നോക്കുകയാണ് കേട്ടോ. കാരണം ഓനിക്കാരും കമ്പനിക്കാരൊന്നുമില്ല. പിന്നെ ഓലെ 3 ഞാൻ ഒരാൾ അങ്ങോട്ട് പോകും, ഒരാൾ ഇങ്ങോട്ട് പോകും. പിന്നെ ഞാൻ 3 വിളിച്ചിട്ട് ഇങ്ങനെ ക്യാമറയ്ക്ക് നോക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഷേസു ബേബിക്ക് അതാ കുറച്ച് വാശിയുണ്ട്. ഓ നല്ല കുറുമ്പിലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര എന്താ പറയുക, ഒരു ആൾക്കാരെ കണ്ടിട്ട് എന്താ അറിയില്ല, ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ പറയില്ല പുറത്തൊക്കെ പോയാൽ ചില പ്രശ്നങ്ങളാണ് കേട്ടോ. അപ്പോൾ ഷൂ ഊരിയിടുക, പിന്നെ അതിൽ കൂടെ മണ്ടുക, പിന്നെ എന്താ പറയുക, ഒന്നും ഞാൻ പറഞ്ഞ് കേൾക്കണില്ല കേട്ടോ. എൻ്റെ അടുത്ത് ഇരിക്കണേ ഇല്ല. പിന്നെ പാട്ടൊക്കെ കേട്ടിട്ട് അതിൻ്റെ ഡാൻസ് കളിക്കണൊക്കെ ഉണ്ട് കേട്ടോ. ഷേബേബിക്ക് ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ നമ്മൾ എവിടെയെങ്കിലും കുറേ നേരം ഇങ്ങനെ നമ്മൾ സ്റ്റേ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ എന്താ നമ്മൾ റയ്യാൻ അത്യാവശ്യം വിശക്കുണ്ട് കേട്ടോ. കാരണം ഇഡ്ഡലിയൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് വിശക്കുണ്ട് എന്ന് ഇങ്ങനെ പറയാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ എന്താ പുതിയണ്ണൊക്കെ നമ്മൾ സ്റ്റേജിലേക്ക് വരുന്നതും കൊണ്ടുവരുന്നൊക്കെ സീനാണ്. പിന്നെ നമ്മൾ ഷേസു ബേബി ഇത് ഉറങ്ങിട്ടോ. താത്താർ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ താത്താരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരി, എന്നിട്ട് പിന്നെ ഷേസുവിനെ നോക്കിയാൽ മതി, എന്നിട്ട് ഞാൻ പോയി ഫുഡ് കഴിച്ചുകൊണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ എന്താണ് നമ്മളെ ബീഫ് ബിരിയാണി നല്ല കടായി ചിക്കനുമാണ് കേട്ടോ. നല്ല അടിപൊളി ബിരിയാണി കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങിട്ടോ. നമ്മൾ ചിലവരുണ്ടാവും ഇങ്ങനെ കല്യാണത്തിനൊന്നും ഐസ്ക്രീമൊന്നും വാങ്ങൂല, തിരക്കിലൊന്നും പോയി തിരക്കില്ല കേട്ടോ. അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. പക്ഷെ ഞാൻ എന്താ പറയുക, ഞാൻ ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചു. ഇതൊക്കെ ഒരു വൈബല്ലേ. നമ്മൾ ഐസ്ക്രീം കഴിക്കുക, ബിരിയാണി കഴിക്കുക, അങ്ങനെ യാത്ര പോവുക, അതൊക്കെ ഒരു വൈബാണ് കേട്ടോ. പിന്നെ ഇതാ ഫുഡ് കഴിച്ച് നമ്മളൊരു 2 മണിയായപ്പോൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. നല്ല ടയേർഡായിക്കണു. കാരണം അങ്ങോട്ടും കുറേ ദൂരം യാത്ര ഉണ്ട്, ഇനി ഇങ്ങോട്ടും കുറേ ദൂരം യാത്ര ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് തൊട്ടടുത്ത് നമുക്ക് കല്യാണം ഉണ്ട്, നമ്മൾ തൊട്ട വീട്ടിൽ കേട്ടോ. അപ്പോൾ അതിന് എത്തുമെന്ന് അറിയില്ല. എത്തിയാൽ നമുക്ക് ഈവനിങ് അതും പാടിയും കൂടണം കേട്ടോ. ഇനി നമുക്ക് ചായ കുടിക്കണം. ചായ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കടയിൽ നിർത്തി. നല്ല എന്താ പറയുക, കാടമുട്ട ഉണ്ട്, സാദാ മുട്ട ഉണ്ട്, നല്ല എന്താ പറയുക ചിക്കൻ പൊക്കവടയൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ മെയിനായിട്ട് എനിക്കിഷ്ടം എന്താണ് പരിപ്പുവടയാണ്. അപ്പോൾ അതില്ല. അപ്പോൾ നമ്മൾ മുട്ട ബജി എടുത്തു കേട്ടോ. അങ്ങനെ ഷേസു ബേബിക്ക് നമ്മളൊരു പപ്പടവാടിയും വാങ്ങിയിട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ നല്ല ചൂട് ചായ കുടിച്ചിട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഭാഗ്യവശാൽ നമ്മളെ കല്യാണത്തിന് എത്തി. അങ്ങനെ ബീഫ് ബിരിയാണി കഴിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ രാത്രിക്കത്തെ കാര്യം അങ്ങനെ കഴിഞ്ഞു.